നമസ്കാരം, ഞാൻ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേ എന്ന യൂട്യൂബ് വീഡിയോസിലേക്ക്. ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഇപ്പോൾ IT-യിൽ കുതിച്ചുയരുന്ന തൊഴിൽ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഏത് വിദ്യാഭ്യാസ യോഗ്യതയോ ഏത് പ്രായമോ ഉള്ളവർക്കും പറ്റുന്ന ഒരു കോഴ്സ്. ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പരിചയമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സ്കിൽസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്പം ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ്. ഇന്ന് IT രംഗത്ത് ഏറ്റവും ഉയർന്നു വരുന്ന തൊഴിൽ രംഗങ്ങളിൽ ഒന്നിൽ ജോലി നേടാൻ പറ്റുന്ന ഒരു കോഴ്സ്. നിങ്ങൾക്ക് മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു സ്വയം സംരംഭകനായി മാറുന്നതിനോ ഒക്കെ സാധിക്കുന്ന ഒരു കോഴ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഈ അവസരം മനസ്സിലാക്കുവാനായിട്ട് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ല. കൂട്ടുകാരുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ നൽകുന്ന റെഡ് ബട്ടണിൽ സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോകൾ എല്ലാ വെള്ളിയാഴ്ചകളിലും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കും. എൻ്റെ വാട്സാപ്പ് ജോബ്സ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ്, ഒരു റിക്വസ്റ്റ് അയച്ചാൽ മതിയാകും. ഏതായാലും വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. പറഞ്ഞ കോഴ്സിൻ്റെ പേരാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? നമ്മുടെ ഒരു ബിസിനസ്സിനെ ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതല്ലെങ്കിൽ നമുക്കറിയാം, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിനുകളിൽ കൂടെയോ അതല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെയോ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയോ അല്ലെങ്കിൽ ഒരു ഇമെയിലിലൂടെയൊക്കെ അഡ്വർടൈസ്മെൻറ്റിലൂടെയും മറ്റ് സങ്കേതങ്ങളിലൂടെയും ബിസിനസ്സിനെ ഓൺലൈനായിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്താൽ നമുക്കൊരു ഗ്ലോബൽ പ്രസൻസ് കിട്ടും. ലോകം മുഴുവൻ നമുക്കൊരു പ്രസൻസ് കിട്ടും. എന്നാൽ ആൾക്കാർ ആ വെബ്സൈറ്റിലേക്ക് വരണമെന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ബ്രോഷർ പ്രിൻ്റ് ചെയ്ത് നമ്മുടെ സ്ഥാപനത്തിൽ വെച്ചതുകൊണ്ട് കാര്യമില്ല. ആ പ്രിൻ്റ് ചെയ്ത ബ്രോഷർ ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എന്ന് പറയുന്നത് പോലെ ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ അത് ആളുകളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ അതിന് ഉതകുന്ന ഒരു കാര്യമാണ്, ഒരു പ്രക്രിയയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നമ്മുടെ പ്രോഡക്ട്സ് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് എത്തിക്കുകയാണ്. അതല്ല, ഗ്ലോബൽ മാർക്കറ്റ് അല്ല നമ്മുടെ ലക്ഷ്യം, ലോക്കൽ മാർക്കറ്റ് ആണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ലോക്കൽ മാർക്കറ്റിലെ കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കുവാനായിട്ട് സാധിക്കും. ഇത് വലിയ ബിസിനസ്സുകൾക്ക് മാത്രമല്ല ആവശ്യം, ചെറിയ ബിസിനസ്സുകൾക്കും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ അവരുടെ പ്രോഡക്റ്റും സർവീസും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന്, ഒരു കരകൗശല ആയി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിക്ക്, അതല്ലെങ്കിൽ ഒരു സ്വന്തമായി പാചകം ചെയ്ത് ചില പലഹാരങ്ങൾ പാക്ക് ചെയ്ത് വിൽക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക്, ഇവർക്കൊക്കെ ഇത് പ്രയോജനപ്പെടും. അപ്പോൾ ഇതിലൂടെ പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തുവാനായിട്ട് ഇവർക്ക് സാധിക്കും. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സ്? നമുക്കറിയാം, പത്ര പരസ്യങ്ങൾ അല്ലെങ്കിൽ ടെലിവിഷൻ പരസ്യങ്ങളെക്കാളൊക്കെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ ചിലവിൽ നമ്മുടെ പ്രോഡക്റ്റും സർവീസും മാർക്കറ്റ് ചെയ്യുവാനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിക്കാം. അതുമാത്രമല്ല, കോണ്ടെക്സ്ച്വൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ്, കസ്റ്റമൈസ്ഡ് ആയിട്ട് ടാർഗറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. അതിലുപരി ഈ പരസ്യ ക്യാമ്പയിൻ്റെ പ്രതികരണം, ഫീഡ്ബാക്ക് അല്ലെ റിസൾട്ട് എപ്രകാരമുണ്ടെന്ന് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നതിനും ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ സാധ്യമാണ്. ആർക്കാണ് ഈ കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കുക? ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ
ബേസിക് ഒരു കമ്പ്യൂട്ടർ നോളജ് ഉണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാവുന്നുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയയിലോട്ടൊക്കെ താല്പര്യമുണ്ടെങ്കിൽ, അല്പം ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും ഈ കോഴ്സ് പഠിക്കാൻ സാധിക്കും. എന്നാൽ കൂടുതലായി കണ്ടുവരുന്നത് BTech, MCA, MBA തുടങ്ങിയ കോഴ്സ് കഴിഞ്ഞവർ, അതല്ലെങ്കിൽ BCom, BBA, BCA പോലെയുള്ള ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞവരൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുവാനായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. അതോടൊപ്പം സംരംഭകർ, സ്വന്തം ബിസിനസ് വളർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ, അതല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് ഇതേപോലെയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്കുകൾ ഏറ്റെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് പ്രായക്കാരും ഈ കോഴ്സ് പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ സാധാരണ പഠിക്കാറുള്ളത്? ഒന്ന്, SEO അല്ലെങ്കിൽ SEM. SEO എന്ന് പറഞ്ഞാൽ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ, SEM എന്ന് പറഞ്ഞാൽ സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ്. നമുക്കറിയാം, നമ്മൾ ഗൂഗിളൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ അതേപോലെയുള്ള സെർച്ച് എൻജിനുകൾ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന റിസൾട്ടുകളെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൂടുതൽ ആ വെബ്സൈറ്റിലേക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഈ സെർച്ച് റിസൾട്ടിൽ ആദ്യം വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം. ഇത് രണ്ട് വിധത്തിൽ ആദ്യം റിസൾട്ടുകളിലേക്ക് വരാം. ഒന്ന്, SEO, ഓർഗാനിക്കായിട്ട് സ്വാഭാവികമായിട്ട് മുന്നിലേക്ക് വരിക. അതിന് കുറേ പരിപാടികൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ URL ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെ ഓൺസൈറ്റ് SEO എന്ന് പറയും. അതേപോലെ മറ്റ് സൈറ്റുകളിൽ നിന്നുള്ള ലിങ്ക് ഇതിലേക്ക് കൊണ്ടുവരിക, ബാക്ക് ലിങ്ക്സ്, അതിനെ ഓഫ് സൈറ്റ് SEO എന്ന് പറയും. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ റിസൾട്ടിൽ നമുക്ക് ഉയർന്നു വരാൻ സാധിക്കും. എന്നാൽ ഈ സെർച്ച് റിസൾട്ടുകളിൽ ഉയർന്നു വരിക എന്നുള്ളത് അത്ര പെട്ടെന്ന് സാധിക്കുന്ന ഒന്നല്ല. അപ്പോൾ പെട്ടെന്ന് അതിന് വേണം എന്നുണ്ടെങ്കിൽ അല്പം പണം മുടക്കിയാൽ അത് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് SEM എന്ന് പറയുന്നത്, സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പഠിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം സാധാരണയായി കാണുന്നത് ഗൂഗിൾ ആഡ്വേർഡ്സിനെ കുറിച്ച് പഠിക്കും. ഗൂഗിളിലൂടെ എങ്ങനെ പരസ്യം ചെയ്യാം, ഗൂഗിളിൻ്റെ സേവനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇൻ്റർനെറ്റിൽ പരസ്യം ചെയ്യാം എന്നുള്ളത്. ഇത് തന്നെ സാധാരണയായിട്ട് PPC, PPM എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. PPC എന്ന് പറഞ്ഞാൽ പേ പെർ ക്ലിക്ക്. അതായത് നമ്മൾ പരസ്യമിടും, ആ പരസ്യത്തിൽ വന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം പണം നൽകിയാൽ മതി. അതാണ് പേ പെർ ക്ലിക്ക്. പേ പെർ ഇംപ്രഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, PPM. അത് നമ്മുടെ പരസ്യം കാണുമ്പോഴൊക്കെ നമ്മൾ പണം നൽകേണ്ട വരുന്ന ഒരു ഗൂഗിളിൻ്റെ സേവനമാണ് പേ പെർ ഇംപ്രഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള സേവനങ്ങളിലൂടെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അത് ഗൂഗിൾ ആഡ്വേർഡ്സ് എന്നാണ് അതിനെ വിളിക്കുക. മറ്റൊരു കാര്യം ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ സാധാരണ പഠിക്കാറുള്ളത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയും, SMM. അതായത് നമ്മൾ ഫേസ്ബുക്ക്, വാട്സാപ്പ്, ട്വിറ്റർ, ലിങ്ക്ഡിൻ, അതുമല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളിലൂടെ നമുക്ക് പരസ്യം ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ ഫേസ്ബുക്കിലൂടെ നമ്മുടെ പേജിലൂടെ പോകുമ്പോൾ ഇടയ്ക്ക് സ്പോൺസേഡ് എന്ന പേരിൽ നമുക്കറിയാൻ മേലാത്ത പ്രോഡക്റ്റ് സർവീസസിൻ്റെയൊക്കെ പരസ്യങ്ങൾ ചിലപ്പോൾ വരുന്നത് കണ്ടിട്ടുണ്ട്, അല്ലേ? ഇത് ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ആണ്. അല്ലെങ്കിൽ യൂട്യൂബിൽ ഇതേപോലെയുള്ള വീഡിയോ കാണുമ്പോൾ അതിന് മുമ്പായിട്ട് ചെറിയ പരസ്യങ്ങൾ വരുന്ന കണ്ടിട്ടുണ്ട്. അത് യൂട്യൂബ് മാർക്കറ്റിംഗ് ആണ്. അതുമല്ലെങ്കിൽ നമ്മൾ വാട്സാപ്പിലൂടെ ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ നടത്തുന്നു. ഇതൊക്കെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എങ്ങനെ എഫക്റ്റീവായി ചെയ്യാം എന്നതും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. മറ്റൊരു വിഷയമാണ് കണ്ടൻറ്റ് മാർക്കറ്റിംഗ്. എന്താണിത്? മികച്ച ലേഖനങ്ങളിലൂടെ അല്ലെ വാർത്തകളിലൂടെ ആൾക്കാരുടെ ശ്രദ്ധ നേടുകയും അതിലൂടെ നമ്മുടെ പ്രോഡക്റ്റും സർവീസസും മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് കണ്ടൻറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കണ്ടൻറ്റിൽ കൂടുതൽ ഇൻഫോഗ്രാഫിക്സ് ഉപയോഗിക്കുക, പിക്ചേഴ്സ് ഉപയോഗിക്കുക, വീഡിയോസ് ഉപയോഗിക്കുക. ഇങ്ങനെ പല സ്ട്രാറ്റജികളിലൂടെ നമുക്ക് കണ്ടൻറ്റ് മാർക്കറ്റിങ്ങിലൂടെ നമ്മൾക്ക് പ്രോഡക്റ്റും സർവീസും നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഇമെയിൽ മാർക്കറ്റിംഗ്. നമുക്കറിയാം, നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് നമ്മളുടെ ഇൻഫർമേഷൻ എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമെയിൽ ബൾക്കായിട്ട് അയക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും ഇങ്ങനെ അയക്കുന്ന ഇമെയിലുകൾ ഒന്നുകിൽ സ്പാം ഫോൾഡറിൽ പോകും, അതല്ലെങ്കിൽ പ്രൊമോഷണൽ ബോക്സിൽ പോയി കിടക്കുകയും ആൾക്കാർ അത് കാണാതെ പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. എന്നാൽ ഇമെയിൽ മാർക്കറ്റിംഗ് സാധ്യതകൾ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്കിതൊരു പരിധി വരെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനുപയോഗിക്കുന്ന ഒരു പരിപാടിയാണ്
ന്യൂസ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സങ്കേതം ഉപയോഗിക്കാറുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇൻബോക്സിലേക്ക് നമ്മുടെ മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ് ഇമെയിൽ മാർക്കറ്റിങ്ങിൽ ചെയ്യുന്നത്. വേറെ ഒന്നാണ് അനലിറ്റിക്സ്. ഗൂഗിൾ അനലിറ്റിക്സ് പോലെയുള്ള ടൂൾസ് കൃത്യമായി ഉപയോഗിക്കുന്നതിനും അതിലൂടെ കിട്ടുന്ന വിവരങ്ങൾ അപഗ്രഥിക്കുന്നതിനുമുള്ള ഒരു പഠനമാണ് അനലിറ്റിക്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ വിസിറ്റേഴ്സ് ആരാണ്, അല്ലെങ്കിൽ അവരെ ഏത് പ്രായക്കാരാണ്, ഏത് നാട്ടിൽ നിന്നുള്ളവരാണ്, അവരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഈ അനലിറ്റിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് വായിച്ചെടുക്കുവാൻ പഠിക്കുക എന്നതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇത് മാത്രമല്ല, ഈ കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത് ഒരുപക്ഷെ ബേസിക്കായിട്ടൊരു ഫോട്ടോഷോപ്പ് എങ്ങനെ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ HTML എന്താണ്, അതെങ്ങനെ ഉപയോഗിക്കാം, അതും അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ, ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ എങ്ങനെ റൺ ചെയ്യാം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, ഈ ചില സർട്ടിഫിക്കേഷനുകളും ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഗൂഗിൾ സർട്ടിഫിക്കേഷൻ. ഇതൊക്കെ നമുക്ക് സൗജന്യമായിട്ട് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഗൂഗിൾ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്വേർഡ്സ്, ഇതിലൊക്കെ സർട്ടിഫിക്കേഷൻ ചെയ്യാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ HTML പോലെയുള്ളതിൽ സോളോ ലേൺ പോലെയുള്ള സർട്ടിഫിക്കേഷനുകളൊക്കെ നമുക്ക് വളരെ വേഗം പഠിച്ച് അത് ചെയ്യുന്നതിനും അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ നേടുന്നതിനും സാധിക്കും. ഈ കോഴ്സ് പഠിച്ചാൽ എന്തൊക്കെ അവസരങ്ങളാണ് നമുക്കുള്ളത്? നമുക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അല്ലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ളത് ഒരവസരമാണ്. അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അനലിസ്റ്റ്, അതും അല്ലെങ്കിൽ സെർച്ച് എൻജിൻ അനലിസ്റ്റ്, ഇങ്ങനെയുള്ള പോസ്റ്റുകളിലും നമുക്ക് ഈ കോഴ്സ് പഠിക്കുന്നതോടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കോഴ്സ് എവിടെ പഠിക്കാം, എങ്ങനെ പഠിക്കാം? സാധാരണഗതിയിൽ 3 മുതൽ 6 മാസം വരെ സമയമാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനായിട്ട് എടുക്കുക. ഇതിൻ്റെ ഫീസ് ഏകദേശം ഒരു 30,000 മുതൽ ഒരു 75,000 അല്ലെങ്കിൽ 1 ലക്ഷം വരെ പല സ്ഥാപനങ്ങളും ചാർജ് ചെയ്യാറുണ്ട്. ഇത് തന്നെ പാർഷ്യലായിട്ട് പഠിക്കാം. ഉദാഹരണത്തിന് നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാത്രം പഠിക്കാം. അതൊരു 15,000 രൂപയൊക്കെ സ്പെൻഡ് ചെയ്താൽ ഒരുപക്ഷെ പഠിക്കാനായിട്ട് സാധിക്കും. ഇത് പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ മിക്കവാറും കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ഉണ്ട്. നല്ല സ്ഥാപനം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, ഞാനൊരു സ്ഥാപനത്തിൽ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഒരു സ്ഥാപനത്തിൽ ഇതിൻ്റെ മെൻറ്ററിങ് ചെയ്യുന്നുണ്ട്. ആ സ്ഥാപനത്തെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ആ സ്ഥാപനത്തെ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, അത് കേരളത്തിൽ ഉടനീളം അവർക്ക് ഓഫീസുകളുണ്ട്. അതിലുപരി ലോകത്ത് എവിടെ നിന്ന് വേണേലും നിങ്ങൾക്ക് പഠിക്കാം. കാരണം അവർ ഓൺലൈനായിട്ടുള്ള ട്രെയിനിങ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, അത് 20 വർഷമായിട്ട് അവർ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്തുള്ള കമ്പനിയാണ്. അവരുടെ ഇൻഡസ്ട്രി എക്സ്പേർട്സ് തന്നെയാണ് ക്ലാസ്സുകൾ നയിക്കുന്നത്. അതോടൊപ്പം അവർ ഓഫർ ചെയ്യുന്ന ഒരു യുണീക്കായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇതിന് ശേഷം സ്വയം ഒരു ബിസിനസ് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ, അത് ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം നിങ്ങൾക്ക് സപ്പോർട്ട് തരും. നിങ്ങൾക്ക് തുടക്കത്തിൽ വേണ്ട സ്പേസ്, ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ മെൻറ്ററിങ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, അതേപോലെ പുതിയ ബിസിനസ് കണ്ടുപിടിക്കാനുള്ള ഹെൽപ്പ്, ഇങ്ങനെയൊക്കെ ആ സ്ഥാപനം തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ലൊരു അവസരമാണ്. അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വേണമെങ്കിൽ ആലോചിക്കാം. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അവരുടെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് സാധിക്കും. ഏതായാലും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കേട്ടതിന് പ്രത്യേക നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ല്. ഈ വീഡിയോ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് സൗജന്യമാണ്. ഏറ്റവും ശുഭകരമായ ഒരു തൊഴിൽ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.